ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ബ്രോഡ് മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 58% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 37% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. അതുകൂടാതെ ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ 11 എന്ന ലെവലിലേക്ക് ഇന്ത്യ വിക്സ് താണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ വളറ്റിലിറ്റി കുറച്ച് അണ്ടർ കൺട്രോളിലേക്ക് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൂടാതെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ഗ്രേഡ് സോണിലേക്ക് പ്രവേശിച്ചതായിട്ട് കാണാം. അപ്പോൾ നല്ല തോതിലുള്ള ഒരു ബൈങ് ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ ഫോം ചെയ്യുന്നുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം നമുക്കറിയാം, ഇന്ത്യ US ട്രേഡ് ഡീലിന് ശേഷം മാർക്കറ്റ് കൂടുതലായിട്ട് അപ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ FIIസിന്റെ ബൈങ് അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ വലിയ തോതിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കാണാൻ കഴിയും, അവർ 2254 കോടിയുടെ ഒരു നെറ്റ് ബൈങ് നടത്തിയിട്ട് കാണാം. അതിന് മുമ്പത്തെ ട്രേഡിംഗ് ഡേ അവർ 1950 കോടിയുടെ ഒരു നെറ്റ് ബൈങ് നടത്തിയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ എത്രയോ മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ട്രെൻഡ് ചേഞ്ച് ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു ബുൾ റാലിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. കൂടാതെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസും പൊതുവെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റൊക്കെ കൂടുതൽ ഹയർ ആയിട്ടാണ് ഇന്നലേക്ക് ക്ലോസ് ചെയ്തത്. ജപ്പാൻ്റെ നിക്കി ആയാലും ഹോങ്കോങ് ഹാങ്സങ് ആയാലും സൗത്ത് കൊറിയയുടെ കോസ്പി ആയാലും അതുപോലെ US ഈക്വിറ്റീസും ഒക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഗ്ലോബൽ ക്യൂസ് വളരെയധികം മാർക്കറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. എന്നാൽ ക്രൂഡ് ഓയിൽ പ്രൈസസ് ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഡോളർ ഇൻഡെക്സും ഇപ്പോൾ വീക്ക്നെസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഗോൾഡിലും സിൽവറിലും പുതിയൊരു ബൈങ് ഇൻട്രസ്റ്റ് രൂപപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട ഗ്ലോബൽ ഡാറ്റകളാണ്. ഇപ്പോൾ 25,900 മുകളിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ കാണുന്നത് 26,020 എന്ന ലെവലാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റ് ഒരു ലോങ് ആയിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പോക്കിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് മാർക്കറ്റിൽ കണ്ട മറ്റൊരു പ്രവണത ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ക്രാഷാണ്. കാരണം അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പുവെച്ച ഒരു അഗ്രിമെന്റ്, റെസിപ്രോക്കൽ ട്രേഡുമായി ബന്ധപ്പെട്ട അഗ്രിമെന്റ്, അത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുമെന്നുള്ള ആശങ്കയാണ് ഈ ഒരു ക്രാഷിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബംഗ്ലാദേശിലുള്ള ഇടക്കാല സർക്കാരും തമ്മിലാണ് ഈ നിർണായകമായ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇപ്പോൾ 19% അവരുടെ താരിഫ് കുറച്ചിട്ടുണ്ട്. എന്നാൽ അത് ഇന്ത്യയുടെ 18%-നേക്കാൾ 1% കൂടുതലാണ് എന്ന് നമുക്ക് ആശ്വസിക്കാൻ വകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക്. കാരണം അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലോസ് ഇവരുമായിട്ടുള്ള ഡീലിങ്ങിലുണ്ട്. അത് അമേരിക്കയിൽ നിന്നുള്ള പരുത്തി, അതായത് മാൻമെയ്ഡ് ഫൈബർ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ബംഗ്ലാദേശ് വസ്ത്രങ്ങൾ, അതിന് 0 താരിഫ് മതിയാകുമെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് അമേരിക്കക്ക് അവരുടെ കാറുകൾ, കാർഷികോൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് സോയ പ്രൊഡക്റ്റ്, ഡയറി, പോൾട്രി പ്രൊഡക്റ്റുകൾ, അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയൊക്കെ അമേരിക്കയ്ക്ക് 0%-ലാണ് അവർ മാർക്കറ്റ് തുറന്നു കൊടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യ ആ ഡയറി പ്രൊഡക്റ്റും അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റും ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ബംഗ്ലാദേശ് അത് തുറന്നു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടെക്സ്റ്റൈൽ മേഖലയിൽ ഇങ്ങനെയൊരു ആനുകൂല്യം ബംഗ്ലാദേശിന് അമേരിക്ക നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയുമായുള്ള വ്യാപാര കരാർ പ്രകാരം ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് 18% നികുതിയാണ് അമേരിക്ക ഈടാക്കുന്നത്. എന്നാൽ ചില നിബന്ധനകളോടെ ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് 0% നികുതി ലഭിക്കുന്നത് വഴി അവരുടെ വസ്ത്രങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെക്കാൾ വിലക്കുറവിൽ ലഭ്യമാകും. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ കുറയ്ക്കാൻ കാരണമാകും. ഇതുകൂടാതെ ഇതിൻ്റെ മറ്റൊരു ഇമ്പാക്റ്റ്, ബംഗ്ലാദേശ് നിലവിൽ ഇന്ത്യയിൽ നിന്നാണ് വലിയ അളവിൽ പരുത്തിയും മാൻമെയ്ഡ് ഫൈബറും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഈ ട്രേഡ് അഗ്രിമെന്റ് പ്രകാരം ഈ ബംഗ്ലാദേശിലെ വസ്ത്രങ്ങൾക്ക് 0 താരിഫ് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അവർ അമേരിക്കൻ പരുത്തി ഉപയോഗിക്കണം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ പരുത്തി കയറ്റുമതിയെ ബാധിക്കുകയും ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് ഇന്ത്യയിലെ പല ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളിലും വലിയ ക്രാഷ് നമ്മൾ ഇന്ന് കണ്ട്. ഗോകുൽദാസ് എക്സ്പോർട്ട്, KPR മിൽസ്, അരവിന്ദ് മിൽസ്, കിറ്റെക്സ് പോലെയുള്ള പല സ്റ്റോക്കുകളിലും ഒരു ഇടിവ് ഇന്ന് രേഖപ്പെടുത്തിയായിട്ട് കാണാം. ഇനി നമ്മൾ ജനുവരി മാസത്തെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ജനങ്ങളുടെ താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. മന്ത് ഓൺ മന്തിൽ 14% ഡിക്ലൈനാണ് ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയിൽ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ 24,028 എന്ന ലെവലിലാണ്. എന്നാൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളിലും ശക്തമായ ഇൻഫ്ലോ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പോപ്പുലർ കാറ്റഗറി ആയിട്ടും ഇപ്പോഴും തുടരുകയാണ്.
ഈ ഹൈബ്രിഡ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ തന്നെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിനാണ് ഏറ്റവും അധികം ഡിമാൻഡ്. കാരണം അവിടെയാണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഡിസംബർ മാസം രേഖപ്പെടുത്തിയ 28,054 എന്ന ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ആണ് 24,028 ചുരുങ്ങിയിരിക്കുന്നത്. അതുപോലെ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലും സെക്ടോറൽ തീമാറ്റിക് ഫണ്ടുകളിലും മന്ത് ഓൺ മന്ത് ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ലാർജ് ക്യാപ് ഫണ്ടുകളിൽ 28% ജമ്പും സെക്ടോറൽ ഫണ്ടുകളിൽ 10% ജമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അധികം കുറവ് ഇൻഫ്ലോ വന്നിട്ടുള്ളത് സ്മോൾ ക്യാപ് ഫണ്ടുകളിലും മിഡ് ക്യാപ് ഫണ്ടുകളിലുമാണ്. അവിടെ മിഡ് ക്യാപ്പിൽ 24% കുറവും സ്മോൾ ക്യാപ്പിൽ 23% കുറവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഗോൾഡ് ETF ഹയസ്റ്റ് ഇൻഫ്ലോ നടന്നത് അവിടെയാണ്. 24,039 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് ഗോൾഡ് ETF ഉണ്ടായിട്ടുള്ളത്. ഇത് മന്ത് ഓൺ മന്തിൽ 106% വർധനമാണ്. ഇതുകൂടാതെ മറ്റു ETF-കളിലും 15,000 കോടിയുടെ ഒരു ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഓവറോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ ടോട്ടൽ AUM നോക്കുകയാണെങ്കിൽ അവിടെ 1% കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഇപ്പോൾ 81 ലക്ഷം കോടിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ മാസം അത് 80.23 ലക്ഷം കോടിയായിരുന്നു. അതുപോലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി അല്ലെങ്കിൽ SIP വഴി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒഴുകുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ അത് 31,000 കോടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണുന്നത്. കാരണം ഇത്രയധികം മാർക്കറ്റ് അണ്ടർ പെർഫോം ആയിട്ട് പോലും ഇൻവെസ്റ്റേഴ്സ് അവരുടെ SIP വലിയ തോതിൽ ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെയധികം പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ഈ ഒരു SIP ഇൻഫ്ലോ ആണ്. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അവർ കൂടുതലായിട്ട് വാങ്ങിക്കൂട്ടിയ ഓഹരികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 5% കൂടുതലുള്ള ഹോൾഡിംഗ് വർധനവ് അവർ നടത്തിയ ഏകദേശം 15ഓളം സ്റ്റോക്കുകൾ നമുക്ക് ട്രെൻഡ് ലൈൻ സൈറ്റുകളിൽ കാണാൻ പറ്റും. ആ സ്റ്റോക്കുകളൊന്ന് പരിശോധിച്ചാൽ കാണാൻ ഒന്നാമതായിട്ട് കാണുന്നത് ഏറ്റവും അധികം ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച ഒരു സ്റ്റോക്ക് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അവിടെ 9% ഹോൾഡിംഗ് വർധനവാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ വേൾപൂൾ ഓഫ് ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 6.8% വർധനവാണ്. അതുപോലെ തൈറോ കെയർ ടെക്നോളജീസിൽ 6.7% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എംഫസിസ് എന്ന് പറയുന്ന IT സ്റ്റോക്കിൽ 6.3% വർധനവുണ്ട്. ആക്സോ നോബൽ സ്റ്റോക്കിൽ 6.3%. അതുപോലെ കാപ്പിലറി ടെക്നോളജീസ് ഇന്ത്യ എന്ന പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കിൽ 6% ഇൻക്രീസ് ആണ് വരുത്തിയിരിക്കുന്നത്. അതുപോലെ പ്രിവി സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ 5.7% ഹോൾഡിംഗ് വർധന നടത്തിയിട്ടുണ്ട്. അതുപോലെ ആത്തർ എനർജി ലിമിറ്റഡിൽ 5.6% ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ടേഗ ഇൻഡസ്ട്രീസിൽ 5.6%. അതുപോലെ എൻഡറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് അതിൽ 5.5% ഹോൾഡിംഗും മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ബെൽറൈസ് ഇൻഡസ്ട്രീസിൽ 5.5% വർധനവുണ്ട്. ഓർക്ല ഇന്ത്യ എന്ന് പറയുന്ന പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കിൽ 5.4% ഹോൾഡിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ സ്വിഗ്ഗി ലിമിറ്റഡിൽ 5.3% ഹോൾഡിംഗ് വർധനവുണ്ട്. അതുപോലെ വിവർക്ക് ഇന്ത്യ മാനേജ്മെൻറ്റ് ലിമിറ്റഡ് എന്ന പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കിൽ ഏകദേശം 5% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണുന്ന എംടാർ ടെക്നോളജീസിൽ 5% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് ഈ രീതിയിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച സ്റ്റോക്കുകൾ കാണാം. ഇവിടെ 5% കൂടുതലുള്ള ഹോൾഡിംഗ് വർധന നടത്തിയ സ്റ്റോക്കുകൾ മാത്രമാണ് ഇവിടെ പരാമർശിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.